ഭാരത് പബ്ലിക് മീഡിയ. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. ഇത് ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിലെ ഭയം, വേദന, ചോദ്യം, ആശങ്ക എല്ലാം കൂടിച്ചേർന്ന ഒരു യാഥാർത്ഥ്യമാണ്. നല്ല ഒരു ചാരിറ്റിയും പൊതുജന സേവകനുമായ റോയിയുടെ മരണം സമൂഹത്തിന് വലിയ ഒരു നഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകൾ പോയാൽ പോയത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും പൈസ ഉള്ള ജനങ്ങളുടെ ഭൂരിഭാഗവും ജീവിക്കുന്നത് അന്യ രാജ്യങ്ങളിലാണ്. അവർ പോയത് നാട്ടിനെ വെറുത്തിട്ടല്ല, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ സുരക്ഷ ഇല്ലെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. ഒന്നാമത്തെ കാരണം ഇവിടെ ജോലി ഇല്ല. രണ്ടാമത്തെ കാരണം ഇവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. മൂന്നാമത്തെ കാരണം ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ അവനെ ഒരു സംരംഭകനായി കാണാതെ ഒരു കുറ്റവാളിയെ പോലെ കാണുന്ന മനോഭാവമാണ്. ഇൻക്വയറി, ചെക്കിംഗ്, റൈഡ്, നോട്ടീസ് ഇതെല്ലാം കണ്ടാൽ 10 പൈസ ചെലവാക്കി എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിൽ ഒരു നല്ല ബിസിനസുകാരനെ ഒരു തീവ്രവാദിയെ പോലെ കാണുന്ന അവസ്ഥ വന്നു. ഇത് ഏത് രാജ്യത്തിനും വളരെ അപകടകരമാണ്. ഇന്നത്തെ ഭാവി തലമുറ ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ സ്വപ്നം ഇവിടെ ജോലി ചെയ്യുക, ബിസിനസ് നടത്തുക എന്നതല്ല. അവരുടെ സ്വപ്നം പുറത്തുള്ള രാജ്യങ്ങളാണ്. കാരണം അവിടെ സ്വാതന്ത്ര്യം ഉണ്ട്, ഇവിടെ ഭയം ഉണ്ട്. ഇതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയം. സർക്കാരിനാൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? കഴിയും, പക്ഷേ ചെയ്യാത്തതാണ് പ്രശ്നം. ചെറുകിട ബിസിനസ്സുകൾക്ക് സുരക്ഷ നൽകിയാൽ ജോലി ഉണ്ടാകും. ഇൻവെസ്റ്റർമാർക്ക് വിശ്വാസം നൽകിയാൽ സാമ്പത്തിക ചലനം ഉണ്ടാകും. യുവാക്കൾക്ക് പ്രതീക്ഷ നൽകിയാൽ രാജ്യം മുന്നോട്ട് പോകും. ഇത് ഒരു രാഷ്ട്രീയ വിരോധമല്ല, ഇത് ഒരു രാജ്യത്തെ രക്ഷിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഇത് ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ നാടും മറ്റു സംസ്ഥാനങ്ങളെ പോലെ അക്രമവും കുറ്റകൃത്യങ്ങളും കൂടുന്ന ഒരു സ്ഥലമായി മാറും. അപ്പോൾ റെയ്ഡുകളും ചെക്കിങ്ങുകളും ഒന്നും രാജ്യത്തെ രക്ഷിക്കില്ല. ഭാരത് പബ്ലിക് മീഡിയ ഈ കാര്യങ്ങൾ പറയുന്നത് ആരെയെങ്കിലും എതിർക്കാനല്ല, ജനങ്ങളെ ചിന്തിപ്പിക്കാൻ, സത്യം പറയാൻ മാത്രമാണ്. ഉപകാരമുള്ള വിവരങ്ങൾ നൽകുക, ജനങ്ങളെ ചിന്തിപ്പിക്കുക, അതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. ഇത് ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ സഹായിക്കൂ. നന്ദി.